فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمد عبد الله ورسوله أرسله الله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء وقال النبي صلى الله عليه وسلم فضل العالم على العابد كفضلي على أدناكم أو كما قال عليه الصلاة والسلام اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب زدنا علما ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട വഹാബ് ഉസ്താദ് അവർകൾ, മറ്റു സ്ഥാപനത്തിലെ ഉസ്താദന്മാർ, വിദ്യാർത്ഥികൾ, ഉബൈദി ഉലമാക്കൾ, സ്ഥാപനത്തിലെ മുതഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും പരിപൂർണമായി ഖബൂലാക്കുമാറാവട്ടെ. ധാരാളം സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിച്ച ഈ ദുആ മദ്രസയുടെ മടിത്തട്ടിൽ ഒന്നുകൂടി ഒരുമിച്ച് കൂടിയതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. നേരത്തെ ഹബീബ് ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ നിന്ന് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പുറപ്പെട്ട മക്കൾ, ഏകോദര സഹോദരങ്ങൾ ദീർഘകാലം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രതീതി, ആ ഒരു സന്തോഷം ഇപ്പോൾ അനുഭവിക്കുകയാണ്. അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും പുറത്ത് ചാടണമെന്ന് ആഗ്രഹിച്ചു. ഇന്ന് മദ്രസയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കാം. അയാ മൻസിലൈ സൽമ സലാമുൻ അലൈക്കുമ ഹലിൽ അസ്മുനുല്ലാഹി മദൈന റവാജിഉ. സൽമയുടെ വീടും പരിസരവും കാണുമ്പോൾ സൽമയുമായി പങ്കിട്ട സന്തോഷകരമായ നിമിഷങ്ങൾ ഒന്നുകൂടെ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് കവി ആഗ്രഹിച്ചതുപോലെ ഈ പരിസരവും ഈ മദ്രസയും ഈ മുതഅല്ലിമീങ്ങളെയും കാണുമ്പോൾ ഒന്നുകൂടെ ഈ മദ്രസയിലേക്ക് തിരിച്ചു വരാൻ മനസ്സാഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന് വിട്ടുനിൽക്കൽ ഓരോ മനുഷ്യനും പ്രയാസമാണ്. അത് മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. സഹാബാക്കൾക്കും നബി തങ്ങൾക്കും വലിയ പ്രയാസമുണ്ടായിരുന്നു. കാരണം മക്ക അവർ ജനിച്ച് വളർന്ന നാടാണ്. ആ നാട് ഉപേക്ഷിക്കൽ അവർക്ക് വളരെ പ്രയാസമായിരുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് മക്കയെ ഓർത്ത് പാടുമായിരുന്നു. അലാ ലൈത ശഅരി ഹൽ അബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖറുൻ വജലീലു വഹൽ അരിദന്ന യൗമൻ മിയാഹ മജന്നത്തിൻ വഹൽ യബ്ദു ലി ഷാമത്തുൻ വതുഫൈലു. അല്ലാഹുവേ, ഹൽ അബീതന്ന ലൈലതൻ, എനിക്കെന്തെങ്കിലും ഒരു രാത്രി ആ മക്കയിലൊന്ന് കിടന്നുറങ്ങാൻ സാധിക്കുമോ? ബിവാദിൻ വഹൗലി ഇദ്ഖർ വജലീൽ. ഇദ്ഖർ, ജലീൽ, പുല്ലുകളുടെ, സസ്യങ്ങളുടെ കൂട്ടത്തിൽ ആ മക്കയുടെ സുന്ദരമായ രാത്രിയിൽ ഒന്നുകൂടെ കിടന്നുറങ്ങാൻ സാധിക്കുമോ? വഹൽ അരിദന്ന യൗമൻ മിയാഹ മജന്നത്തിൻ, മജന്ന തടാകത്തിൽ പോവാൻ, അവിടുത്തെ വെള്ളം കുടിക്കാൻ എനിക്കൊന്നും കൂടെ സാധിക്കുമോ? മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ് സ്വന്തം നാടിനെ സ്നേഹിക്കുക എന്നുള്ളത്. ആ നാട്ടിൽ നിന്നും ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അടർത്തി മാറ്റപ്പെട്ടു, പറിച്ചെടുക്കപ്പെട്ടു, ഈ മദ്രസയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. സ്വാഭാവികമായും പ്രയാസമുണ്ടാകും, വിഷമമുണ്ടാവും. പക്ഷേ ആ പ്രയാസങ്ങളൊന്നുമില്ലാതെ, ആ വിഷമങ്ങളൊന്നും അനുഭവപ്പെടാത്ത രീതിയിൽ വളരെ സുന്ദരമായി സ്നേഹത്തോടുകൂടി നമ്മളെ പരിപാലിച്ചവരാണ് ഇവിടുത്തെ മുജീബ് ഉസ്താദും ഹബീബ് ഉസ്താദും വഹാബ് ഉസ്താദും അടങ്ങുന്ന ഉസ്താദന്മാർ. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പഠിച്ചു പൂർത്തിയാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മദ്രസയിൽ പഠിച്ചു എന്നുള്ളതായിരിക്കും. ഞാൻ വ്യക്തിപരമായി പലപ്പോഴും മദ്രസയിൽ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഉസ്താദുമാരുടെ ഇടപെടൽ, അവരുടെ സ്നേഹം. ബഹുമാനപ്പെട്ട വഹാബ് ഉസ്താദ് ഒരു ദിവസം ഞാൻ മദ്രസയിലേക്ക് വരാത്തതിന്റെ പേരിൽ രാത്രി ബൈക്കിൽ ഇവിടെ നിന്ന് കടന്നമണ്ണ വരെ ഏകദേശം ഒരു 30-40 കിലോമീറ്റർ, അതിനും മുകളിൽ ഒരു 50 കിലോമീറ്റർ വഹാബ് ഉസ്താദ് ഒറ്റയ്ക്ക്